Shine meditation. നിങ്ങൾ ജോയിൻ ആവാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിനെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഒരു 2 മിനിറ്റ് കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വേഗം പോയിട്ട് ഫ്രണ്ട്സ് ജോയിൻ ആയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അവരെ കണക്ട് ചെയ്തിട്ട് വരാം. നമ്മൾ 2 മിനിറ്റിനുള്ളിൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. Hello. So welcome to the Rise and Shine meditation program. Thank you so much for joining first of all. അപ്പൊ നമ്മളുടെ ഒരു മെഡിറ്റേഷൻ ജേർണിയുടെ ഡേ 3 എത്തി നിൽക്കുകയാണ് അല്ലെ. അപ്പൊ എനിക്ക് ഇന്ന് നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് എനിക്ക് ഷെയർ ചെയ്യാൻ തോന്നുന്ന ഒരു കാര്യം ഒരു കുട്ടി സ്റ്റോറിയാണ്, ബുദ്ധന്റെ ഒരു സ്റ്റോറിയാണ്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ഒരു ഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റെഡി അല്ലേ? ഹേ ഗൈസ്, റെഡി ആണോ? ഡേ 3 സ്റ്റാർട്ട് ചെയ്യാൻ റെഡി ആണോ? എക്സൈറ്റഡ് ആണോ? എല്ലാരും എണീറ്റിട്ടില്ലേ? നമുക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം. ആർ യു റെഡി ടു ബിഗിൻ അവർ ഡേ? Okay, Fala. ഓക്കെ, ബാക്കിയുള്ളവര് നമ്മൾ സെഷൻ മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ആക്റ്റീവ് ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പൊ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അതിന് നിങ്ങളെ തന്നെ ഒന്ന് കൺഗ്രാചുലേറ്റ് ചെയ്യുക. കാരണം കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ഡേ 3 നിങ്ങൾ പുതിയൊരു കാര്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ, നിങ്ങൾ പുതിയൊരു കാര്യം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിന്റെ ഒരു ബെനിഫിറ്റ്, അതിന്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ചിലപ്പോൾ ഇന്ന് നമ്മൾ ഇന്ന് തന്നെ അതിന്റെ റിസൾട്ട് കിട്ടണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കാൻ പാടില്ല. വി ഹാവ് ടു വെയിറ്റ് ഫോർ സം മോർ ഡേയ്സ് അല്ലെ. അതിന്റെ ഒരു എഫക്റ്റ് ഒരു 7 days അല്ലെങ്കിൽ 21 days ഒക്കെ നമ്മൾ അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഒരു കാര്യത്തിന്റെ എഫക്റ്റ് അല്ലെങ്കിൽ റിസൾട്ട് നമുക്ക് കണ്ടു തുടങ്ങുക. കാരണം ഒരു 21 days എന്ന് പറയുന്നത് നമ്മളുടെ സയന്റിഫിക്കലി നമുക്കൊരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ എടുക്കുന്ന ഒരു ബേസിക് ഡേ ആണ് 21 days എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് ഷെയർ ചെയ്യാൻ തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ബുദ്ധന്റെ ഒരു സ്റ്റോറിയാണ്. ബുദ്ധൻ ഒരു ദിവസം ബുദ്ധന്റെ ഡിസൈപ്പിൾസുമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത്, ബുദ്ധന്റെ ശിഷ്യന്മാരുമായിട്ട് പോകുന്ന സമയത്ത് ഒരു നദിയുടെ സമീപത്തൂടെ, ഒരു നദിക്കരയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു അവര്. അപ്പോ ബുദ്ധൻ ഒരു ശിഷ്യനോട് പറഞ്ഞു, ആ നദിയിൽ പോയിട്ട് കുടിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പൊ ഒരു ശിഷ്യൻ ആ നദിയുടെ അടുത്തേക്ക് പോയി വെള്ളം എടുക്കാൻ വേണ്ടി ആ നദിയിലേക്ക് പോയ സമയത്ത് അവിടെ ഒരുപാട് ആളുകളുണ്ട്. ആ വെള്ളം ഭയങ്കരമായിട്ട് വൃത്തികേടായിട്ടുണ്ട്. അതില് മൃഗങ്ങളെ കുളിപ്പിക്കുന്നുണ്ട് ഒരുപാട് പേര്, ഡ്രസ്സ് കഴുകുന്നുണ്ട്, ഒരുപാട് പേര് കുളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എടുക്കാൻ വേണ്ടി മാത്രം വൃത്തിയുള്ള ഒരു രീതിയിലായിരുന്നില്ല നദിയിലെ വെള്ളത്തിന്റെ ഒരു അവസ്ഥ. അപ്പൊ ആ സമയത്ത് ആ ശിഷ്യൻ വെള്ളമൊന്നും എടുക്കാതെ തിരിച്ചു വന്ന് ബുദ്ധന്റെ അടുത്ത് പറഞ്ഞു, ബുദ്ധൻ, ഇതാണ് ഈ വെള്ളത്തിന്റെ അവസ്ഥ എന്നുള്ള കാര്യം. അപ്പൊ ബുദ്ധൻ പറഞ്ഞു, ഓക്കെ, നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവര് കുറച്ച് സമയം അവിടെ മാറിയിരുന്നു. അതിനുശേഷം കുറച്ചു സമയം കഴിഞ്ഞതിന് ശേഷം ഇതേ ശിഷ്യനോട് വീണ്ടും ബുദ്ധൻ പറഞ്ഞു, പോയിട്ട് കുറച്ച് വെള്ളം കളക്ട് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ആ ശിഷ്യൻ വീണ്ടും ആ നദിക്കരയിലേക്ക് പോയ സമയത്ത് കണ്ട കാഴ്ച തികച്ചും വ്യത്യസ്തമായിരുന്നു. ആ ഭയങ്കര കലങ്ങി മറിഞ്ഞ, ഒരുപാട് ഡേർട്ടി ആയിട്ടുണ്ടായിരുന്ന ആ നദിയിലെ വാട്ടർ എല്ലാം, ചളിയെല്ലാം അടിയിൽ സെറ്റിലായി, മുകളിൽ ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള, ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള, കുടിക്കാൻ പാകത്തിനായിട്ടുള്ള വൃത്തിയുള്ള ഒരു വെള്ളമായിട്ട് ആ നദിയിലെ വെള്ളം മാറിയിട്ടുണ്ടായിരുന്നു.
അവിടെ എന്താണ് സംഭവിച്ചത്? നമ്മൾ ആ നദിയിലെ വെള്ളത്തിന് കുറച്ച് സമയം കൊടുത്ത സമയത്ത് അതിനെ ഡിസ്റ്റർബ് ചെയ്യാതെ കുറച്ച് സമയം കൊടുത്തപ്പോൾ അതിലെ ചളികളും ഡേർട്ടും എല്ലാം അടിയിൽ സെറ്റിലായി കുടിക്കാൻ പാകത്തിന് വളരെ ക്ലിയർ ആയിട്ടുള്ള വെള്ളം നമുക്ക് കിട്ടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് മനസ്സിലായത്. ഇതുപോലെ ഈ നദി പോലെയാണ് നമ്മളുടെ മനസ്സ്. ഇതൊരു മെറ്റഫർ ആണ്. ഇതിലെ സ്റ്റോറിയിലെ ആ ഒരു മോറൽ മാത്രം എടുത്താൽ മതി. ഓക്കെ, അപ്പൊ ആ നദി പോലെയാണ് നമ്മളുടെ മനസ്സ്. നമ്മുടെ മനസ്സിൽ ഒരുപാട് ചിന്തകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് നോളജ് ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ എക്സാമുമായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സാമിന് പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഇൻഫർമേഷൻസും ഒരുപാട് കാര്യങ്ങളും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും. അപ്പൊ നമുക്ക് നമ്മൾ വെള്ളം കുടിക്കുക എന്ന് പറയുന്ന പോലെ എക്സാം സമയത്ത് അത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ കലങ്ങി മറിഞ്ഞ നദിയാണെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. നമുക്ക് അതിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പിക്ക് ചെയ്തിട്ട് നമുക്കത് പേപ്പറിൽ എഴുതാനോ അല്ലെങ്കിൽ അത് പ്രസന്റ് ചെയ്യാനോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ മൈൻഡുമായിട്ട് ഇരുന്ന് നമ്മൾ അതിനെ സെറ്റിൽ ചെയ്യാൻ സമ്മതിക്കണം, അല്ലെ? നമ്മളൊന്ന് കാം ആവണം, നമ്മളൊന്ന് റിലാക്സ്ഡ് ആവണം. നമ്മൾ വീണ്ടും അതിൽ പോയിട്ട് കൂടുതൽ ടെൻഷനായി നമുക്ക് അത് എക്സാമിന് എങ്ങനെയായിരിക്കും, പഠിച്ച കാര്യങ്ങളെല്ലാം കിട്ടുമോ, നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്, നമുക്ക് ഭയങ്കര ആങ്സൈറ്റി ആണ്, എക്സാം എന്ന് പറയുമ്പോഴേ ആങ്സൈറ്റി ആണ് എന്നുള്ളൊരു ഒരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ പോലും പല സമയത്തും പലർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രസന്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ മൈൻഡിനെ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടും ഒന്ന് റിലാക്സ്ഡ് ആക്കാനും ഫോക്കസ്ഡ് ആക്കാനും നമുക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് ഡെലിവർ ചെയ്യാനും പ്രസന്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഡിറ്റേഷൻ പോലെയുള്ള പ്രാക്ടീസസ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ എന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ഓൾറെഡി നമ്മുടെ മൈൻഡിലുള്ള കാര്യങ്ങൾ നമുക്ക് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ അതിന് നിങ്ങളെ സഹായിക്കുന്ന വൺ ഓഫ് ദ മേജർ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ടൂളാണ് മെഡിറ്റേഷൻ. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കത് കൺസിസ്റ്റന്റ് ആയിട്ട് കുറച്ച് ദിവസം ചെയ്ത് നോക്കിയിട്ട് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എക്സാമിന് എന്ത് ചെയ്യാം, ഭയങ്കര കാമായിട്ടും റിലാക്സ്ഡ് ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയണം. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ ഡേ 3 മെഡിറ്റേഷൻ കേൾക്കാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി സെറ്റ് അല്ലേ? റെഡി ആണെങ്കിൽ റെഡി എന്നൊന്നും ചാറ്റ് ബോക്സിൽ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ റിൻഷിന മാം വെയിറ്റിംഗ് ആണ്. റെഡിയാണോ? ഓക്കെ, റെഡി ഫല? എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളവരൊക്കെ മെഡിറ്റേഷൻ കേൾക്കാനുള്ളൊരു ക്യൂരിയോസിറ്റിയിൽ ഇരിക്കുകയാണ്, അതുകൊണ്ട് ചാറ്റ് ചെയ്യാനുള്ള ഒരു മൂഡിലല്ല എന്ന് തോന്നുന്നു അല്ലെ? ഓക്കെ, അപ്പൊ ഞാൻ ആ ഒരു മൂഡ് കളയുന്നില്ല. നമ്മുടെ റിൻഷിന മാം റെഡി ആയിട്ടുണ്ട്. സോ വെൽക്കം റിൻഷിന മാം. കുട്ടികളൊക്കെ ഓൾ സെറ്റ് ആണ്, ഡേ 3 ഓഫ് മെഡിറ്റേഷന് വേണ്ടി എക്സൈറ്റഡ് ആണ്. ഓക്കെ, സോ ഓവർ ടു യു. Hello, good morning, everyone. So, thank you so much, Shamna, for the wonderful introduction. നല്ലൊരു സ്റ്റോറി ഒക്കെ കേട്ട് ഭയങ്കര ഇൻസ്പയർഡ് ആയി ഇരിക്കുകയാണ് അല്ലേ എല്ലാവരും? സോ നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോയാലോ? ഫസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് കുറച്ചു നേരം ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് ഇരിക്കുക എന്നുള്ളൊരു പ്രോസസ്സിലേക്കാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾ കാമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക. മാക്സിമം നിങ്ങളെ തന്നെ റിലാക്സ്ഡ് ആക്കിയിട്ട് ഇരിക്കുക. ബോഡിയിൽ എവിടെയും ടെൻഷൻസ് കൊടുക്കണ്ട. ജസ്റ്റ് കിടക്കാൻ പാടില്ല, ജസ്റ്റ് ഇരിക്കുക. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ ജസ്റ്റ് ഈ രീതിയിൽ പ്ലേസ് ചെയ്യാം. ഓക്കെ, സോ മാക്സിമം റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാം. ഞാൻ തരുന്ന സജഷൻസ് ഫോളോ ചെയ്ത് പോയാൽ മതി. ഓക്കെ, സോ റിലാക്സ് യുവർ ബോഡി. മാക്സിമം നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയെ റിലാക്സ്ഡ് ആക്കാം. സ്ലോലി. ടെൻഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് റിമൂവ്. എല്ലാം റിലാക്സ്ഡ് ആക്കാം. ബോഡിയൊക്കെ റിലാക്സ്ഡ് ആണെന്ന് ഉറപ്പ് വരുത്തിയാൽ മെല്ലെ ശ്വാസത്തിൽ ശ്രദ്ധിക്കാം. Now slowly close your eyes.
പതിയെ കണ്ണുകൾ അടയ്ക്കാം. ക്ലോസ് യുവർ ഐസ്. പതിയെ കണ്ണുകൾ അടച്ച് ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. പതിയെ നമ്മൾക്ക് ദീർഘമായ ശ്വാസം എടുത്തുവിടാം. Take a deep breath in. Hold on and breathe out. ശ്വാസം ഒന്നുകൂടെ ദീർഘമായി എടുക്കാം. Breathe in. Hold on and breathe out. Once again, take a deep breath in. Hold on and breathe out. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിനെ കുറിച്ച് ഒന്ന് അവെയർ ആകാം. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം, നിങ്ങളുടെ കാലുകൾ, നിങ്ങളുടെ ഷോൾഡേഴ്സ്, കൈകൾ, ഫേസ് മസിൽസ്, ഓരോ ബോഡി പാർട്ടിലേക്കും ശ്രദ്ധ കൊടുക്കുമ്പോൾ ആ ഭാഗം കൂടുതൽ റിലാക്സ്ഡ് ആകുന്നതായി അറിയുന്നുണ്ട്. വെരി ഗുഡ്. ഇപ്പോൾ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. ഡീപ്പ് ബ്രെത്ത് എടുക്കാം. Take a deep breath in. Hold on and breathe out. Once again, take a deep breath in. Hold on and breathe out. പതിയെ നിങ്ങളുടെ ശ്വാസം നിങ്ങളുടേതായ താളത്തിൽ എടുത്തു വിട്ടുകൊണ്ടിരിക്കാം. വെരി ഗുഡ്. പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി ജീവിതത്തിനെ കുറിച്ച് ചിന്തിക്കാം. ഭാവിയിൽ നിങ്ങൾ
ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പോകുന്ന നിമിഷങ്ങളെ കുറിച്ച് ചിന്തിക്കാം. നിങ്ങളുടെ ഏറ്റവും റിലാക്സ്ഡ് ആയ അവസ്ഥയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷകരമായ മൊമെന്റ്സിനെ കുറിച്ച് ആലോചിക്കാം. ഡിസ്ട്രാക്ഷൻസ് വരുമ്പോഴൊക്കെ വീണ്ടും ശ്വാസത്തിലേക്ക് തന്നെ ശ്രദ്ധിച്ച് ഫോക്കസ് ചെയ്യാം. ഭാവിയിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകാം. നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളെ അഭിനന്ദിക്കുന്നത് നിങ്ങളിലൂടെ സന്തോഷം ചുറ്റുമുള്ളവരിലേക്ക് പകരുന്നത് എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിലൂടെ കൊണ്ടുപോകാം. പതിയെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ആ ഒരു മൊമെന്റിൽ കാണാം. നിങ്ങൾ ആ ഒരു നിമിഷത്തിൽ ജീവിക്കുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ചുറ്റുമുള്ള അഭിനന്ദനങ്ങളെല്ലാം നിങ്ങളെ കൂടുതൽ കൂടുതൽ സന്തോഷിപ്പിക്കുന്നതായി ഫീൽ ചെയ്യാം. നിങ്ങളുടെ മുഖത്തുള്ള ആ ഒരു അഭിമാനത്തിന്റെ, സന്തോഷത്തിന്റെ ചിരി നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം. You see that face. പതിയെ നിങ്ങൾക്ക് ആ സന്തോഷവും അഭിമാനവും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. യെസ്, ഐ മെയ്ഡ് ഇറ്റ്. പതിയെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാം. നിങ്ങൾ നേടിയെടുത്ത നിങ്ങളുടെ സ്വപ്നത്തിനെ അതിലൂടെ നിങ്ങൾ നേടിയെടുത്ത സന്തോഷത്തിനെ നിങ്ങൾ ഫീൽ ചെയ്യുന്നു. അതിന് നിങ്ങൾ നിങ്ങളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു.
just feel that. Very good. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാം, നിങ്ങളോട് തന്നെ താങ്ക് യു പറയാം. താങ്ക് യു ടു മൈ സെൽഫ് ഫോർ ദിസ് ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ്. Very good. Now, thank your creator. ഈ ഒരു അവസരം തന്നതിന് നിങ്ങളുടെ ക്രിയേറ്ററിനോട് നിങ്ങൾക്ക് താങ്ക് യു പറയാം. Be grateful for this opportunity. Now slowly നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കാം. ശ്വാസത്തിൽ aware ആകാം. ദീർഘമായ ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. Take a deep breath in. Hold on and breathe out. Once again, take a deep breath in. Hold on and breathe out. Once again, take a deep breath in. Hold on and breathe out. പതിയെ നിങ്ങൾക്ക് തിരിച്ചു വരാം. സ്ലോലി ശ്വാസം എടുത്തു വിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാം. Open your eyes and come back. Okay, hope everyone is back. എല്ലാരും തിരിച്ചെത്തിയോ? തിരിച്ചെത്തിയ ആളുകൾ ജസ്റ്റ് കൈയൊക്കെ ഒന്ന് റബ്ബ് ചെയ്തിട്ട് ഫേസിലൊക്കെ ഒന്ന് ടാപ്പ് ചെയ്യാം കേട്ടോ. തിരിച്ചെത്തിയിട്ടുള്ള ആളുകളൊക്കെ ചാറ്റ് ബോക്സിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഹൗ വാസ് ദ മെഡിറ്റേഷൻ? നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളത് ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്തേ. Okay, thank you so much, Fatima. സോ ഇന്നത്തെ മെഡിറ്റേഷന്റെ ഗ്ലിംസ് ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ ശ്വാസത്തിൽ ഫസ്റ്റ് ഫോക്കസ് ചെയ്തു ആൻഡ് നമ്മളുടെ ബോഡിയെ കുറിച്ച് ഒന്ന് അവെയർ ആയി അല്ലെ. പലപ്പോഴും നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഒരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ചിലപ്പം ആ ഇരിക്കുന്ന സ്ഥലത്തിനെ കുറിച്ചൊന്നും അവെയർ ആവില്ല. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് അവെയർ ആയി എല്ലാം നമ്മളെ ശ്വാസത്തിന് നമ്മൾ അവെയർ ആയിക്കൊണ്ടിരുന്നു.
പിന്നെ നമ്മൾ റിലാക്സ്ഡ് ആയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? നമ്മളുടെ ഭാവിയിൽ നടക്കാൻ പോകുന്ന ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ എൻ്റർ ആയി, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? വിഷ്വലൈസ് ചെയ്തു, ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ. അപ്പൊ നമുക്ക് അറിയാം, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ഭാവിയിലുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും, അല്ലെ? ആ ഒരു ഹാപ്പിനെസ് സ്റ്റേറ്റിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ഈ ഭാവിയിൽ നടക്കാൻ പോകുന്ന, നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക. അപ്പൊ നമുക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. വൺസ് അത് മൈൻഡിൽ നമുക്ക് നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ അത് റിയാലിറ്റിയിൽ നടക്കാൻ ഇറ്റ്സ് വെരി ഈസി. ഓക്കെ, കാരണം എന്തൊരു കാര്യവും ഫസ്റ്റ് മനുഷ്യന്റെ മൈൻഡിലാണ് നടക്കുന്നത്, അല്ലെ? എന്നിട്ടാണ് അത് റിയാലിറ്റി ആകുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു പ്രോസസ്സിലൂടെ നമ്മളെ മൈൻഡിൽ നന്നായിട്ട് ക്ലാരിറ്റി കൊടുത്തു. ഇപ്പൊ നമ്മുടെ മൈൻഡിന് അറിയാം, ഓക്കെ, ഇതാണ് വേണ്ടത്, ഇതാണ് നടക്കാൻ സംഭവിക്കാൻ സംഭവിക്കേണ്ടത്, അല്ലെ? അപ്പൊ ആ മൈൻഡ് നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ആ ഒരു കാം സ്റ്റേറ്റിൽ ഇരുന്ന് ഇതിന് ക്ലാരിറ്റി കൊടുത്തോണ്ടേയിരിക്കുക, എന്ത് വേണം എന്നുള്ളതിന്. ഓക്കെ, പലപ്പോഴും പലർക്കും എന്ത് വേണം എന്നുള്ളതിന്റെ ഒരു ക്ലാരിറ്റി ആണ് ഇല്ലാത്തത്. എനിക്ക് അത് വേണ്ട, ഇത് വേണ്ട എന്ന് പറയാൻ പറ്റും, പക്ഷെ എന്ത് വേണം എന്നതിന്റെ ക്ലാരിറ്റി പലപ്പോഴും പലർക്കും മിസ്സായി പോവാറുണ്ട്. പക്ഷെ ഇതിലൂടെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളതിന്റെ ക്ലാരിറ്റി കിട്ടും. അപ്പൊ നമ്മളത് ഫീൽ ചെയ്തുകൊണ്ടിരുന്നാൽ, ഏറ്റവും സന്തോഷകരമായിട്ടുള്ള അവസ്ഥയിൽ നമ്മളത് ഫീൽ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മളുടെ മൈൻഡിന് അത് കുറച്ചും കൂടെ ഈസിയാണ് റിയാലിറ്റിയിൽ അത് സംഭവിക്കാൻ. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ നമ്മൾ മൈൻഡിനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പൊ നിങ്ങൾ ഡെയിലി ജോയിൻ ചെയ്യാം. കാരണം മെഡിറ്റേഷൻ ഒരു ദിവസം ചെയ്യുന്നതും കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതും നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും ദിവസം നമ്മളെ തന്നെ ഇതിലൂടെ, ഈ പ്രോസസ്സിലൂടെ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പോകുന്ന റിസൾട്ട് എന്ന് പറയുന്നത് അത്രയും മാസീവ് ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. Hope everyone liked the meditation. Over to the next phase. താങ്ക് യു സോ മച്ച് റിൻഷിന മാം. ആസ് യൂഷ്വൽ ഒരു വണ്ടർഫുൾ മെഡിറ്റേഷൻ ആയിരുന്നു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റിൻഷിന മാം പറഞ്ഞ പോലെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കീ, മെഡിറ്റേഷന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ്. നിങ്ങൾ ഡേ 7 അല്ലെങ്കിൽ അത് കഴിഞ്ഞു നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡു ഇറ്റ്. ഞാൻ ഫസ്റ്റിലൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മളിത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനീഷ്യലി നമ്മൾ പെട്ടെന്ന് തന്നെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, എഫക്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തി കഴിഞ്ഞാൽ നമുക്കത് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റില്ല, അല്ലെ? നമ്മളൊന്ന് ട്രെയിൻ ചെയ്യണം. പുതിയൊരു കാര്യത്തിന് നമ്മളെ മൈൻഡിനെയും നമ്മളുടെ ബോഡീനെയൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഐ എം ഷുവർ നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് എന്തായാലും നിങ്ങളുടെ ലൈഫിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓൾറെഡി ടൈം ആയിട്ടുണ്ട്. നാളെ നിങ്ങൾ ഓൺ ടൈമിൽ തന്നെ ഒന്നും കൂടെ ടൈമിൽ ജോയിൻ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 6 to 6:30 എന്നുള്ള നമ്മൾ ടൈം കീപ്പ് ചെയ്യാം. നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണ്, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ? രാവിലെ മേ ബി സ്കൂളിൽ പോകാനുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ടൈം നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ബെനിഫിഷ്യൽ ആയിരിക്കും. അപ്പോൾ നാളെ ഷാർപ്പ് 6 o'clock തന്നെ നമുക്ക് മീറ്റ് ചെയ്യാം. Okay, thank you so much for joining. Have a wonderful day. Thank you.